നമസ്കാരം, ഞാൻ സിനോബി. ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന അങ്കമാലി SNDP കവലയിൽ മണിച്ചേച്ചി പശു വളർത്തുന്നിടത്താണ്. ഇവിടെ മണിച്ചേച്ചിക്ക് 4 കറവ പശുക്കളും അതിന്റെ കുട്ടികളുമാണ് ഉള്ളത്. എന്നാൽ ഇവയെ വളർത്താനുള്ള സ്ഥലം വളരെ പരിമിതമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മണിച്ചേച്ചിയുടെ പശു വളർത്തലാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് മണിച്ചേച്ചി. ചേച്ചിയുടെ പറമ്പ് ഫാമിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ ചുരുങ്ങിയ സ്ഥലത്ത് ഇത്രയും പശുക്കളെ എങ്ങനെയാണ് വളർത്തുന്നത്? വളർത്താൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും എത്ര പശുണ്ട് ഇപ്പൊ നമുക്ക്? 4 പശുണ്ട്. ഇപ്പൊ എത്ര ഇതുണ്ട്? സെന്റ് എത്രയുണ്ട്? ഒരു 4 സെന്റ്. ഇത് മാത്രല്ല, ഇത് ഈ പശുത്തൊഴുത്ത് ഒരു അര സെന്റ് അത്രേ ഉള്ളൂ. 4 പശുക്കളെ നിർത്തുന്നുണ്ട്. പിന്നെ കുട്ടികള് 2-3 ഉണ്ട്. ചേട്ടന് കടയുണ്ടെങ്കിലും 2-3 തന്നെ പുറത്തുകൊണ്ടുപോയി തീറ്റയും പുറത്ത് നിർത്തണേ. പിന്നെ വൈകുന്നേരമാണ് കൊണ്ടുവരണേ. വൈകുന്നേരം പാടത്താണ്? പാടത്തും പറമ്പിലൊക്കെ കിട്ടും. രാവിലെ കറവ് കഴിഞ്ഞിട്ട് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകും. പിന്നെ വൈകുന്നേരം ആകുമ്പോ നിങ്ങളെ കൊണ്ടുപോകും. വൈകുന്നേരം അല്ല, ഉച്ചക്ക് കറവയാകുമ്പോ വീണ്ടും കൊണ്ടു കിട്ടും. മണിച്ചേച്ചിയുടെ ഈ പശു വളർത്തലിന്റെ പ്രത്യേകത വീടിനോട് ചേർന്നുള്ള വെറും അര സെന്റിൽ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ പശുക്കളെ വളർത്തുന്നു എന്നതാണ്. ഇവിടുത്തെ പശു വളർത്തലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പശുക്കളെ വളർത്താൻ കൂടുതൽ സ്ഥലമോ മുതൽ മുടക്കോ ആവശ്യമില്ല എന്നതാണ്. പശുക്കളെ മാറ്റിയിട്ട് നമുക്ക് റൂമായിട്ട് എടുക്കുക എന്തെങ്കിലും ചെയ്യാം. വലിയ രീതിയിൽ ചെയ്യാതെ നമുക്ക് ഇങ്ങനെ ചെറിയ രീതിയിൽ ചെയ്യാല്ലേ? 4 പശുക്കളെ കൂടുതൽ പൈസയുടെ ആവശ്യം വരുമോ? ഇതിപ്പോ ചാർത്തി എടുത്താണ്. കൂടുതൽ പൈസ കൂടുതൽ ചെലവ് വരുന്നില്ല. നമുക്ക് അത്യാവശ്യം ഇതിൽ നിന്ന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് വരുമാനം കണ്ടെത്താൻ പറ്റൂലേ? സ്ഥല പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികളെ ഇവിടെ നിർത്തി വളർത്തിയെടുക്കാൻ ശ്രമിക്കാറില്ല. ഇതിന് പകരം പുറത്തുനിന്ന് പാലുള്ള പശുക്കളെ വാങ്ങി 3-4 പ്രസവം വരെ നിർത്തിയാണ് പതിവ്. പുറത്തുനിന്ന് നല്ല പശുക്കളെ വാങ്ങി നിർത്താണ്. പാലിന്റെ ഉപയോഗമാണ് കൂടുതലായിട്ട് നടക്കുന്നത്. ഡയറിയിൽ അളക്കും, വീടുകളിൽ കൊണ്ടുകൊടുക്കും. അപ്പൊ കുട്ടികളെ നിർത്താറില്ല? കുട്ടികളെ നിർത്താറുണ്ട്. നല്ല കുട്ടികളുണ്ടെങ്കിൽ ചെന പിടിപ്പിച്ച് നിർത്താറുണ്ട്. സ്ഥല കുറവുള്ളതുകൊണ്ട് പുറത്തുനിന്ന് വേറെ പശുക്കളെ മേടിക്കാണ്. ചെനേനെയും അങ്ങനെ പ്രസവിച്ചതിനൊക്കെ മേടിച്ചു കൊണ്ട് പാല് ബിസിനസ്സിനാണ് കൂടുതൽ. ഇത്രയും ചെറിയ സ്ഥലത്ത് പശു വളർത്തുമ്പോൾ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ പശു വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അതിൽ ഒന്നാമത്തത് പശുക്കൾക്ക് കൃത്യമായി നിൽക്കാനുള്ള സ്ഥലം, രണ്ടാമത്തത് ചാണകം സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം, പിന്നെ പശുക്കളുടെ കറവ് കഴിഞ്ഞതിന് ശേഷം ഇവർ മറ്റിടങ്ങളിൽ ആക്കാനുള്ള സ്ഥലം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ചെറിയ ഇടങ്ങളിൽ പോലും 4-5 പശുക്കളെ വളർത്താൻ സാധിക്കും. 3 മണിയാവുമ്പോൾ എഴുന്നേൽക്കും. അതിൻ്റെ ചാണകം പാലും തൊഴുത്ത് കഴിവലും മറ്റുള്ള 3:30 മണിയാകുമ്പോൾ കറവക്കാരൻ വരും. കറവക്കാരൻ കറന്ന് പാലൊക്കെ കൊണ്ടുപോയി കഴിയുമ്പോൾ ചേട്ടൻ പുറത്തേക്ക് 2-3 പുറത്തു കൊണ്ട് കെട്ടി തീറ്റിക്കും. അതായത് കറവുള്ളതിനെ എല്ലാവരും 2-3 കൊണ്ടുപോകും. അതായത് ചെനയുള്ളതിനെ ഇവിടെ നിർത്തും. അതെങ്ങനെയാണ്? കറവുള്ളതിന് പുറത്തു കൊണ്ടുപോയിട്ട് ചെനയുള്ളത് നിർത്തും. അങ്ങനെയാണ് ചെയ്യണം. അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യണം സ്ഥലം ഇവിടുത്തെ. അത് തീറ്റ തിന്നാനായിട്ട് കറക്കണ പശുക്കളെ പുറത്ത് കൊണ്ടുപോകും. പുറത്ത് കൊണ്ടുപോയി തീറ്റി ഉച്ചയാവുമ്പോ കൊണ്ടുവരും. എല്ലാ പശുവിനെയും കൊണ്ടുപോകണില്ല അല്ലേ? ഇല്ല, ചെനപ്പശുവിനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ കറവേനൊക്കെ കൊണ്ടുപോയി തീറ്റിച്ച് കൊണ്ടുവരും. പശു വളർത്തുന്നവർക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു തെറ്റാണ് പശുക്കൾക്ക് കിടക്കാനുള്ള പശുത്തൊഴുത്തിന്റെ നിർമ്മാണത്തിന് വലിയ രീതിയിൽ പണം മുടക്കുക എന്നത്. എന്നാൽ മണിച്ചേച്ചി ഇവിടെ ചെയ്തിരിക്കുന്നത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലുള്ള പശുത്തൊഴുത്ത് നിർമ്മാണമാണ്. പശുത്തൊഴുത്ത് പണിത പിന്നെ അത് പൈപ്പൊക്കെ വീട് പുതുക്കി പണിതു. അപ്പൊ ആ പൈപ്പ് വെള്ളത്തിന്റെ ഒക്കെ പൈപ്പ് ഇവിടെ അതിന്റെ ഉള്ളിൽ വന്നു. തൊട്ടായിട്ട് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും പുല്ലിട്ട് കൊടുക്കും. സ്ഥലക്കുറവുകൊണ്ട് ഇപ്പൊ ഒന്നും മാറ്റാനും പറ്റില്ല, ഒന്നും ചെയ്യാനും പറ്റണില്ല. അതുകൊണ്ട് നടത്തിക്കൊണ്ടു പോകും. നാലെണ്ണത്തിന് സുഖമായിട്ട് നിക്കാം. എത്ര നാളായിട്ടാണ് നമ്മൾ ഈ പശു വളർത്തലും ഈ തൊഴുത്തൊക്കെ? അത് 10-15 കൊല്ലായി. 15 കൊല്ലായി. ഇപ്പൊ ഏകദേശം ഒരു എമൗണ്ട് എത്ര വരും ചേച്ചി? ഇത്രയും ചെറിയ രീതിയിൽ നമ്മൾ 10-25 രൂപ അന്നായിട്ടുണ്ട്. അത്യാവശ്യം ഒരു കുടുംബത്തിന് കഴിഞ്ഞു പോകാനുള്ള വരുമാനം കിട്ടും. കൂടുതലും നമുക്ക് പൈസ മുടക്കിയിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? ഈ ഒരു ചെറിയൊരു സെറ്റപ്പ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും നല്ലതല്ലേ? തീറ്റ് പൈസ കൊടുത്ത് മേടിക്കുന്നതാണ്. ഇതിപ്പം 1, 2, 3, 4, 5 പേർക്ക് അല്ലേ? ഒരു 5 പേർക്ക് നിക്കാം. പക്ഷെ ചെറിയ ബുദ്ധിമുട്ട് വരും. എങ്ങനെയാണെങ്കിൽ ഒരു 5 പേർക്ക് 5 പേരെ കെട്ടാം.
അല്ലെങ്കിൽ നമുക്ക് പശുക്കൾക്ക് സ്വാതന്ത്ര്യം 4 പേര്. ഇവിടെ മണിച്ചേച്ചി പശുക്കളെ വാങ്ങുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ്. എന്നാൽ ഇവിടെ പശുക്കൾക്ക് തീറ്റയായി നൽകുന്നത് കേസും പൊടിത്തവിടുമാണ്. അത് മാത്രമല്ല കൂടുതൽ പശുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ ഉയർന്ന പാലുൽപാദനമുണ്ട്. നാട്ടിൽ നിന്ന് തന്നെയാണ്. നാട്ടിൽ നിന്ന് പുറത്തുനിന്ന് അങ്ങനെ തമിഴ്നാട്ടിൽ കൊണ്ടുവരാറുണ്ട്. പക്ഷെ അത് മെച്ചപ്പെടാത്തത് കൊണ്ട് ഇപ്പൊ മേടിക്കാറില്ല. അപ്പൊ എങ്ങനെയാണ് ചേച്ചി നല്ല ഇനം പശുക്കളെ നോക്കിയല്ലേ പാല് കൂടുതലുള്ളതിനെ നോക്കിയാ വേണ്ടി പാലിന്റെ ആവശ്യമാണ്. അപ്പൊ പാല് കൂടുതലുള്ള ഇനത്തിന് ക്രോസ് ആണോ അത് ജേഴ്സി അങ്ങനെ എല്ലാം ഇനത്തിലും പെട്ടത് മേടിക്കാറുണ്ട്. അതായത് നല്ല പശുവിനെ നോക്കി മേടിക്കണം. പാലുള്ള ഇനം പശുവാണ്. അപ്പൊ നമ്മൾ എത്ര പുസ്തകം വരെ നമ്മളിവിടെ നിർത്താറുണ്ട്? അപ്പൊ 3 പുസ്തകം വരെ ഒക്കെ നിർത്താറുണ്ട്. 3 പുസ്തകം വരെ. അപ്പൊ നമ്മൾ വാങ്ങിച്ച ഒരു എമൗണ്ട് നമ്മൾ തിരിച്ചു നമുക്ക് കിട്ടുമോ? വാങ്ങിച്ചത് കിട്ടൂല. പാല് കൊടുത്ത് നമുക്ക് പൈസ കിട്ടൂല. പിന്നെ അതിന്റെ പകുതിയെ കിട്ടുള്ളൂ കൊടുക്കുമ്പോഴാ. പാല് കുറഞ്ഞു കഴിയുമ്പോഴാണ് കൊടുക്കണം. അപ്പൊ ഏകദേശം എത്രത്തോളം ലിറ്റർ പാല് കിട്ടും? ഒരു 45. ഉച്ചയ്ക്കും കിട്ടും 10-20. അപ്പൊ അത്യാവശ്യം നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റും. പിടിച്ചു വെക്കാൻ പറ്റും. അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്തിയ ഒരു കുടുംബത്തിന് കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ ഇത്രയും പശുക്കളുണ്ട് എന്തൊക്കെ തീറ്റ നമ്മൾ കൊടുക്കണം? കേസ്, പൊടിത്തോട്, നെല്ലും തവിട്. കേസ് അപ്പൊ എന്തോരം കൊടുക്കും? പാലുള്ള കൂടുതലുള്ള പശു അല്ലേ? 3-3.5 കിലോ വീതം കാലത്ത്, 2 കിലോ വീതം വൈകുന്നേരം. അതിന്റെ കൂടെ പൊടിത്തോട് കൂടി കൊടുക്കും. ഇപ്പൊ നിങ്ങളെ പുറത്തു കൊണ്ടുപോകുമ്പോ അത്രയും തീറ്റ കുറച്ച് കൊടുത്താൽ മതി. പുല്ലൊക്കെ തിന്നാണെങ്കിൽ ഇപ്പൊ വേനലല്ലോ, വർഷത്താണെങ്കിൽ അത്രയും തീറ്റ കൊടുക്കണ്ട. പിന്നെ വെള്ളമൊക്കെ വെള്ളമൊക്കെ കുഴൽ കിണറുണ്ട്. അതിൽ നിന്ന് അടിച്ച് കുളിപ്പിക്കലും വെള്ളം കൊടുക്കലൊക്കെ അതാണ്. ഒരുപാട് ഇപ്പം വേനലല്ല, അപ്പൊ ഒരുപാട് വെള്ളം കൊടുക്കണം. കൂടുതൽ വെള്ളം കൊടുക്കണം. പക്ഷെ കുടിക്കണില്ല. പിന്നെ കഞ്ഞിവെള്ളം അങ്ങനെ എന്തെങ്കിലും കൊടുക്കണുണ്ടോ? കഞ്ഞിവെള്ളം വേറെ വീട്ടിലുള്ളത് മാത്രമാണ്. വേറെ പുറത്തേന്ന് അങ്ങനെ കൊണ്ടു കൊടുക്കണം. പിന്നെ ഇവിടെ ചക്കമടല് എന്തെങ്കിലും കിട്ടണതൊക്കെ കൊടുക്കും. വൈക്കോല്, പുല്ല് കിട്ടാണെങ്കിൽ അതും കൊടുക്കും. അപ്പോൾ ചേച്ചിയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് നന്ദി പറയുന്നു. ഇനി നല്ല രീതിയിൽ പശുക്കളെ വളർത്താൻ സാധിക്കട്ടെ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് മണിച്ചേച്ചിയുടെ പശു വളർത്തലാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.